4000 വർഷത്തോളമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വരേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഫയർ മൗണ്ടെയിന് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് പോകുന്നത് ഫയർ ടെമ്പിൾ. ഈ കത്തൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഇവിടുന്ന് ഗ്യാസ് കാണുന്ന ആ ഒരു ഭാഗം ഹൈദരാലി മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ പ്രത്യേക ഫ്രൂട്ട്സുകൾ, അതുപോലെ സലാഡ്. അസർബൈജാൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ ഒന്ന് ഓടാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നാട്ടിലെ പോലെ ഏകദേശം ഒരു 6 മണിക്ക് എണീറ്റ് ഓടാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഉള്ള വെളിച്ചാണ് കണ്ടത്. വെയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം വൈകുന്നേരം ഒരു 6:30-7 മണിയാവുമ്പോൾ സൂര്യൻ അസ്തമിക്കും. അതുപോലെ രാവിലെയും ഒരു 6:30 കൂടി സൂര്യൻ ഉദിക്കും. ഇവിടെ ഏകദേശം രാത്രി 8:30 മണിക്കാണ് സൂര്യൻ അസ്തമിച്ചത്. രാവിലെ 5 മണിയായപ്പോഴേക്കും സൂര്യൻ ഉദിച്ചും ചെയ്തിട്ടുണ്ട്. രാവിലത്തെ ഓട്ടമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിന്നിട്ടും കഴിക്കുന്നുണ്ട്, ഇരുന്നിട്ടും കഴിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഒരു 3 ആളും നമ്മുടെ ഫുഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എന്തൊക്കെ നിങ്ങൾ കഴിച്ചു? ഒരു അധ്യാപകനും കൂടി കേട്ടോ. ഏകദേശം ഒരു കുത്തബ്മിനാർ പോലെ ഉണ്ടായിരുന്ന സാധനം അല്ലേ? ഫ്രൂട്ട്സിൽ തുടങ്ങി അല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. പാല് മാത്രം പഞ്ചാര പിടിച്ചു. ആക്ച്വലി പാലില് കളിക്കാൻ വേണ്ടി കൊടുന്ന, ചായ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന പാലാണ് അദ്ദേഹം. അത് തീർച്ചയായിട്ടും താങ്ക് യു. ഇവരെ ഒരു ടീമാണ്. ഇവര് ടൂറിലൂടെ പരിചയപ്പെട്ട് സ്ഥിരം ടൂർ പോകുന്ന ഒരു ടീമാണ്. ആനക്കയം, പന്തല്ലൂർ ആ ഭാഗത്തുള്ള ആളുകളാണ്. എന്തായാലും നമ്മളെ ടീമിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഇവര്. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്ന കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. നമ്മളെ ഗ്രീൻ ഒയാസിസിന് പ്രത്യേകം നന്ദിയുണ്ട്. നമ്മളെ ടൂർ പാക്കേജിൽ അവർ നല്ല അടിപൊളി ഹോട്ടൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണങ്ങളും ഇതുവരെയുള്ള ഞങ്ങളുടെ ടൂറിൻ്റെ ഇതുവരെയുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഒരുപാട് അടിപൊളിയാണ്. മീൽ ഐറ്റംസും എല്ലാം ഉണ്ട്. ഒക്കെ അസർബൈജാനി ഫുഡാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് വേണമെന്നില്ല. ഇവിടുത്തെ എല്ലാ ഫുഡുകളും ഒരുവിധം എല്ലാ ആളുകൾക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇക്ക ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഇക്കയും വൈഫൊക്കെ ഉണ്ട്. വെറൈറ്റി ഫുഡാണ് അല്ലേ? വാ, നമ്മളെ ഫക്രു 4-5 മുട്ടയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ ഫാമിലികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി വല്ലാതെ നിന്നിട്ട് നമ്മൾ പറയുന്നില്ല. നല്ല വിശപ്പുണ്ട് ഓട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷം. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം. നിങ്ങൾ ഒറ്റക്കായില്ലേ? എന്താ ഫ്രൂട്ട്സാണ് കഴിക്കണില്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? അടിപൊളിയല്ലേ അവരുത്? ഭക്ഷണം റൂമൊക്കെ അടിപൊളിയല്ലേ? യെസ്, അതെ. ഓക്കെ. പിന്നെ നമ്മളെ റൂംമേറ്റ്സുകളായിട്ടുള്ള നൗഷാദിക്കും ഫക്രും ഇവിടെ നല്ല തട്ടല്ലാട്ടോ. നൗഷാദിക്ക് എന്തൊക്കെ എടുത്തു? മുട്ട അല്ലേ? ഫ്രൂട്ട്സ്. യെസ്, അത്യാവശ്യം നല്ല പ്രോട്ടീനുള്ള ഫുഡുകൾ തന്നെയാണ് ഫക്രും കഴിക്കുന്നുണ്ട്. എന്തായാലും ഇനി എനിക്ക് നോക്കിയിരിക്കാൻ വയ്യ. ഞാൻ എൻ്റെ ഫുഡിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ 2ാം ദിവസം ഇവിടെ ആരംഭിക്കുകയായിട്ടോ. അസർബൈജാൻ്റെ എണ്ണ സംസ്കരണ മേഖലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം സമ്പദ് വ്യവസ്ഥയുടെ വ്യാപകമായ സ്വകാര്യവൽക്കരണം ഉണ്ടായിരുന്നിട്ടും ഊർജ്ജ മേഖല പ്രധാനമായും സർക്കാർ ഉടമസ്ഥയിൽ തന്നെ തുടരുകയുണ്ടായി. ഇത് ഇവരുടെ ശക്തമായ സാമ്പത്തിക വളർച്ചയ്ക്ക് തന്നെ കാരണമാവുകയും ചെയ്തു. അപ്പോൾ അസർബൈജാൻ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത് ഫയർ മൗണ്ടെയിൻ എന്ന സ്ഥലത്തേക്കാണ്. അധികം ആളുകളും കേട്ടിട്ടുണ്ടാവും. ഏത് സമയത്തും നിൽക്കാതെ കത്തുന്ന ഒരു പർവ്വതമാണ്. ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു എൻട്രൻസ് ഏരിയ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട് അവർ. അപ്പോൾ 4000 വർഷത്തോളമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നാച്ചുറൽ ഗ്യാസ് പുറന്തള്ളുന്ന ഭാഗമാണ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നതെന്നാണ് പറയുന്നത്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വല്ലാതെ നിൽക്കാനും കഴിയില്ല കേട്ടോ. നല്ല ചൂടാണ്, രക്ഷയില്ലാത്ത ചൂടാണ്.
അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിയാൽ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ. ഇപ്പോൾ ഈ ബാക്കിലുള്ള ഭാഗമാണ് നിൽക്കാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂട് എന്താ പറയുക തിരിഞ്ഞ് നിന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന്. കാരണം മുഖഭാഗം അങ്ങോട്ട് തിരിഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഈ നാച്ചുറൽ ഗ്യാസ് ഔട്ട് ചെയ്യുന്ന അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന അതിന് ശേഷം ഔട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ഇതിന് എത്ര തണുപ്പുള്ള സമയമാണെങ്കിലും ഇതിൻ്റെ ചുറ്റുഭാഗത്ത് അപ്പുറത്തൊക്കെ ഐസ് ഉള്ള സമയമാണെങ്കിലും ഇത് ഇവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. 4000 വർഷത്തോളമായി ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല യാത്രകൾ നമ്മൾ പോകുന്നുണ്ട് നമ്മളെ ലൈഫിൽ. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വരേണ്ട ഒരു ഭാഗമാണ്. പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം ഒരു കാരണവശാലും കാണാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ കണ്ടില്ല, കോയിൻസുകളുണ്ട്. സൂം ചെയ്ത് വല്ലാതെ അടുത്തേക്ക് പോകാൻ വയ്യ. കോയിൻസുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ക്യാഷ് ഇതിന്മേക്ക് എറിഞ്ഞിട്ട് പോയതാണ് തോന്നുന്നുണ്ട്. കാതെ കത്തട്ടോ, നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ ഈ അസർബൈജാൻ ട്രിപ്പിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ഈ കത്തുന്ന ഈ ഒരു മല. ഇതുപോലെ തന്നെ ഇനി നമുക്കൊരു അടുത്തൊരു ടെമ്പിൾ ഉണ്ടല്ലോ അല്ലേ നൗഷാദക്ക? യെസ്. അപ്പോൾ ഫയർ മൗണ്ടെയിൻ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് പോകുന്നത് ഫയർ ടെമ്പിൾ അല്ലേ? ഫയർ ടെമ്പിൾ കഴിഞ്ഞ് നമ്മൾ പോകേണ്ടത് ഫയർ ടെമ്പിൾ. ഫയർ മൗണ്ടെയിൻ്റെ അവിടുന്ന് ചെറിയൊരു ഇത് പറ്റിയിട്ടോ, ഒരു എന്താ വെച്ചാൽ മൊബൈൽ ഓവർ ഹീറ്റായി. അതിനടുത്തുനിന്ന് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നമ്മളെ മൊബൈലിൽ അതിൻ്റെ കമൻറ്റ് വന്നു, ഇനിയൊന്ന് കൂളായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും ചൂടായിരുന്നു ഫയർ മൗണ്ടെയിൻ്റെ അവിടെ. അപ്പോൾ ഫയർ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ. ഒരു ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട്, അതൊക്കെ നമ്മളെ ഗൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈനായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൗഷാദ എന്താ നിങ്ങൾ കേട്ടില്ല? ആയിക്കോട്ടെ അടിപൊളി. നമ്മളെ ട്രാവൽസിൻ്റെ ഉടമസ്ഥനും ഡയറക്ടറുമാണ് നമ്മളെ റോഷൻ അബ്ദുൽ ജലീൽ സാഹിബ്. അദ്ദേഹമാണ് ഈ ഒരു യാത്രയിൽ നമ്മളെ കൂടെ ഉള്ളത്. എല്ലാ വിവരണങ്ങളും നമുക്ക് തരുന്നുണ്ട്. അതിന് പുറമെ ഇവിടുത്തെ ഒരു പ്രാദേശിക ഗൈഡും ഉണ്ട്. നല്ല ഫുഡാണ്. ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. നല്ല ഹോട്ടലാണ്, നല്ല ഫുഡാണ്, നല്ല കെയറിങ് ആണ്. അസർക്ക സെറ്റാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിൻ്റെ അകത്തേക്ക് പോവാണ്, ഫയർ ടെമ്പിളിൻ്റെ. എനി റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ? എല്ലാവർക്കും ഉള്ള ടിക്കറ്റ് ഇവിടെ ഉണ്ട്. അത് അവർ തന്നെ അവിടെ സ്കാൻ ചെയ്ത് എല്ലാവരും എൻട്രി ചെയ്യുകയാണ്. ഓക്കെ. യെസ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തെത്തി. നമുക്കിനി ഇവിടുത്തെ ഫയർ ഭാഗം കാണാം. ഈ ഒരു കാണുന്ന ഭാഗമാണ് ടെമ്പിൾ കേട്ടോ. ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഇത് മുൻകാലങ്ങളിൽ ഇവിടെ ആരാധനയൊക്കെ നടത്തിയിരുന്ന ഭാഗമാണ്. USSRൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ അന്നത്തെ ആക്രമണത്തിൽ ഈ ടെമ്പിളൊക്കെ തകർന്നു പോയിരുന്നു. പിന്നീട് നമ്മളെ ഇന്ദിരാഗാന്ധി ഇവിടെ വന്നിട്ട് അന്ന് ഇവിടുത്തെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന അവരുമായി ചേർന്നിട്ടാണ് ഈ ഒരു ടെമ്പിൾ പുനർനിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ആ കത്തുന്ന ഭാഗട്ടോ. ഇത് ഫുൾ ടൈം ഇങ്ങനെ കത്തും. ഗ്യാസാണ്, കരിയല്ല. ഈ കത്തൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഇവിടുന്ന് ഗ്യാസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്. ശരിക്കും ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വിൻ്റർ ടൈമിൽ വരണം. ഇപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ ചുറ്റുമതിലും ഒരുപാട് ഹോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോരോ ഹോളുകളായിട്ട് കാണുന്നുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലം ഉണ്ടോ അവിടെ ഉള്ളിൽ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ശരിക്കും ഉള്ളിൽ നല്ല ഇരുട്ടാണ്. ഫുള്ളായിട്ട് അന്നത്തെ കാലഘട്ടത്തിന് ശേഷം USSRൻ്റെ ആക്രമണത്തിന് ശേഷം ഇവിടെയൊക്കെ നശിച്ചു പോയിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പത്തെ ഫോട്ടോസൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ.
ആ ഫോട്ടോസൊക്കെ അതേപോലെ നല്ല രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഗുഹകളാണ്. നമുക്ക് മറ്റുള്ള ഗുഹകളിലും ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഓരോരോ സ്ഥലത്ത്. നമ്മളെ ഗൈഡ് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു ഗുഹയാണ്. അതിനുള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത ഗുഹയുടെ ഉള്ളിലേക്ക് പോവാം. എല്ലാം ഒരു ഗുഹ പോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഗുഹ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത്. ഇത് കുറച്ച് വലുപ്പമുണ്ട്, അത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, വലുപ്പമുണ്ട്. Before I said he has got 3 rooms, but after our government built extra 8 rooms. Now inside Atia have got 11 rooms. Okay, and we will start from here. As you see, they were praying together. They are Parsi people, they are Hindu people. And at that time, I said your fire was original fire, natural fire. You see, and inside his hand have got, we say sur, shank. He's calling people for pray, shang. And they are Parsi people, they are Hindu. They were living together till 8th century. When we got in the Islam religion, time by time they moved from here to Iran and to Gujarat, to India. Okay, and each rooms have got air ventilations up and down. Also have got fireplace. ഈ ഒരു ഗുഹയിൽ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഗുഹകളാണ് ഉള്ളത്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി കാണാം. ഇത് ഗ്ലാസ് ആണ് അല്ലേ? താഴെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം ഗ്ലാസ്സിലേക്കാണ് ഇറങ്ങുക. ഫയർ ടെമ്പിളിൽ നിന്നും നമ്മൾ പുറപ്പെട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗം ഹൈദരാലി മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറകിൽ കാണുന്ന ആ ഒരു ഭാഗം ഹൈദരാലി മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈദരാലിയുടെ സിഗ്നേച്ചറിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഹൈദരാലി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര അസർബൈജാൻ്റെ ആദ്യ പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് ഈ ഒരു അസർബൈജാനെ ഇന്ന് കാണുന്ന രീതിയിൽ USSRൻ്റെ ആക്രമണത്തിൽ നിന്നും അതിന് ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ജസ്റ്റ് 1991 അസർബൈജാന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന് ശേഷം ഈ ഹൈദരാലി അവരുടെ ഒരു പ്രവർത്തന മികവ് കൊണ്ടാണ് ഈ ഒരു അസർബൈജാനെ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ ഒരുപാട് സ്മാരകങ്ങളൊക്കെ ഉള്ളത്. ബാക്കു എയർപോർട്ട് ഹൈദരാലിയുടെ പേരിലാണ്. ഇവിടെ ഒരു ഐ ലവ് ബാക്കു എന്നുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി ഗാർഡനാട്ടോ, നമുക്ക് നോക്കിയാൽ എങ്ങനെയും കാണാൻ സാധിക്കും. നല്ല അടിപൊളി ഗാർഡനാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും ചായ കുടിക്കാനും എല്ലാത്തിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി സൈറ്റാണ് ഇവിടെ. അപ്പോൾ നമ്മളെ ലഞ്ചിനുള്ള ഹോട്ടൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മെർക്യൂർ ഹോട്ടൽ. നല്ല അടിപൊളി ഫുഡ് ഉണ്ട്. യാസർ എന്താണ് നാടൻ ചോറോ? നമ്മളെ പാക്കേജിൽ ഇതുവരെ ഭക്ഷണമാണെങ്കിലും റൂമാണെങ്കിലൊക്കെ എടുത്ത് പറയാനുള്ളൊരു കാരണം തന്നെ അതാണ്. നമ്മളിതുവരെ പോയടത്തൊക്കെ നല്ല ഫുഡും അതുപോലെ താമസ സൗകര്യമൊക്കെ. നമ്മളെ ഡയറക്ടർ ശ്രീ റോഷൻ സാഹിബ് വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസത്തെ ലഞ്ചിലേക്കുള്ള ഫുഡുകളാണ് കേട്ടോ. നമ്മൾ സാധാരണ നാട്ടിലൊരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡുകൾ തന്നെ നമുക്കൊരു യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. ഫ്രൂട്ട്സുകൾ അതുപോലെ സലാഡുകൾ ഒരുപാട് ഐറ്റം ഉണ്ട്. എല്ലാ ഭാഗവും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മളെ ട്രിപ്പിൻ്റെ ക്യാഷ് ഏകദേശം ഫുഡുമ്പോൾ തന്നെ നമുക്ക് മുതലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി മീറ്റ് ബോൾ ഉണ്ട് കേട്ടോ അവിടെ. സൂപ്പ് നല്ല ക്രീം മഷ്റൂമിൻ്റെ സൂപ്പാണ്. ചിക്കൻ ഉണ്ട്, പിന്നെ കുറച്ച് സലാഡ് വേവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കൂൾ ഡ്രിങ്ക്സ് അതുപോലെയുള്ള വെള്ളങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ലഞ്ച് അടിപൊളിയാണ്.